നമസ്കാരം. എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെയൊക്കെ സമാധാനം ഉണ്ടാക്കുക എന്ന ലോക സമാധാനത്തിന്റെ ദൗത്യം മൊത്തത്തിൽ എടുത്തിരിക്കുകയാണ് താനെന്ന് വരുത്തി തീർക്കുന്നതിൽ മിടുക്കനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ തർക്കം പരിഹരിക്കാൻ എത്തിയതാണ് ട്രംപ് ഖത്തറിൽ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ മാർച്ച് 23 മൂവ്മെന്റ് എന്ന വിമത ഗ്രൂപ്പും തമ്മിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവെച്ചു വന്നു. അതിന് മധ്യസ്ഥത വഹിച്ചത് ട്രംപ് ആണെന്നുമുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഇടപെടലിന്റെ യഥാർത്ഥ കാരണം ലോകമറിയുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഇതിനെ തന്നെ ഒരു വലിയ നയതന്ത്ര വിജയമായി ചിത്രീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് കോങ്കോയുടെ പ്രകൃതി വിഭവങ്ങൾക്കുമേൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തിലെ സാങ്കേതിക വിദ്യാ വിപ്ലവത്തിന് അത്യന്താപേക്ഷിതമായ കോബാൾട്ട്, കോൾട്ടൺ, ലിഥിയം, സ്വർണം തുടങ്ങിയ നിർണായക ധാതുക്കളാൽ സമ്പന്നമാണ് DRCയുടെ കിഴക്കൻ മേഖല. ഈ ധാതുക്കൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ, മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഒഴിച്ചുകൂടാനാവാത്തവയാണ്. ഈ മേഖലയിൽ നിലവിൽ ചൈനയ്ക്കാണ് വലിയ സ്വാധീനമുള്ളത്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ അപ്രതീക്ഷിത ഇടപെടൽ വെറും മാനുഷിക താല്പര്യങ്ങളിൽ നിന്നുള്ളതല്ല എന്ന കാര്യം വ്യക്തമാകുന്നത്. ഒപ്പം ട്രംപിന്റെ ഉദ്ദേശം കൂടെ വ്യക്തമാകുന്നുണ്ട്. ചൈനയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുവാനും അമേരിക്കൻ കമ്പനികൾക്ക് ഈ ഖനന മേഖലയിൽ പ്രവേശനം നേടിക്കൊടുക്കാനുമുള്ള തന്ത്രപരമായ നീക്കമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ സമാധാന കരാർ ഒരു ഡിക്ലറേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന നിലയിൽ വളരെ അവ്യക്തമായ വ്യവസ്ഥകളാണ് മുന്നോട്ട് വെക്കുന്നത്. കരാർ എങ്ങനെ നടപ്പാക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നില്ല. ഇത് കരാർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും തടസ്സമുണ്ടാക്കുന്നു. ഈ കരാർ രൂപീകരിച്ചത് കോങ്കോയിലെ സാധാരണ ജനങ്ങളുടെയോ പ്രാദേശിക നേതാക്കളുടെയോ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെയാണ്. പുറത്തുനിന്നുള്ള ശക്തികൾ ചേർന്ന് അടിച്ചേൽപ്പിച്ച ഒരു കരാറാണിത്. അതിനാൽ തന്നെ ഇതിന് എത്രത്തോളം നിലനിൽപ്പുണ്ടാകുമെന്ന കാര്യവും സംശയമാണ്. ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഈ കരാർ ഒപ്പിട്ടതിന് ശേഷവും കിഴക്കൻ കോങ്കോയിലെ സ്ഥിതിഗതികൾ ശാന്തമല്ലെന്നും പല പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സമാധാന കരാർ ഒപ്പുവെച്ചതിന് ശേഷവും കോങ്കോയുടെ കിഴക്കൻ മേഖലയിൽ M23 വിമത ഗ്രൂപ്പിന്റെ ആക്രമണങ്ങൾ തുടരുകയാണ്. 2025 ജൂലൈ മാസത്തിൽ മാത്രം M23 വിമതർ 319 സാധാരണക്കാരെ കൊലപ്പെടുത്തിയതായും UN റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇത് അടുത്തിടെ നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ ഒന്നാണ്. ഈ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. കരാറുകൾ ഒപ്പിട്ടതിനു ശേഷവും ആക്രമണങ്ങൾ തുടരുന്നത് ഈ സമാധാനത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർത്തുകയാണ്. സമാധാന കരാറിനൊപ്പം തന്നെ കോങ്കോയുടെ ധാതു സമ്പത്തിൽ അമേരിക്കയ്ക്ക് കൂടുതൽ പ്രവേശനം നൽകുന്ന ഒരു സാമ്പത്തിക സഹകരണ ഉടമ്പടിയും രൂപീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമാണ്. അമേരിക്കൻ കമ്പനികളുടെ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം കോങ്കോയിലേക്കും റുവാണ്ടയിലേക്കും എത്തിക്കാനുള്ള ഒരു സാമ്പത്തിക ചട്ടക്കൂടാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ നീക്കം സമാധാനത്തെക്കാൾ ഉപരി സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്നതും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കരാറുകൾ ദീർഘകാല സമാധാനം ഉറപ്പിക്കാൻ പര്യാപ്തമല്ലെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. കോങ്കോയിലെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമാധാനം നൽകുന്നതിനേക്കാൾ അമേരിക്കയുടെ ഖത്തറിന്റെയും ഭൂമിശാസ്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധി മാത്രമായാണ് ഇതിനെ കാണേണ്ടി വരും. സമാധാനത്തിന്റെ പേരിൽ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായും ഇതിനെ വ്യാഖ്യാനിക്കുന്നതുമുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച